ഡോക്ടർ പി കെ ഗോപൻ അങ്ങേക്ക് കേൾക്കാം എന്ന് കരുതുന്നു. കേൾക്കാമോ അങ്ങേക്ക്? ഓക്കെ. ഡോക്ടർ പി കെ ഗോപൻ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണോ? അല്ല, പെരുങ്കള്ളൻ വേണോ അതോ കുറച്ചുകൂടി ഗ്രാവിറ്റി കുറഞ്ഞ കള്ളൻ മതിയോ അതോ പെരുങ്കള്ളന്മാരെ അതിശയിക്കുന്ന കള്ളത്തരമാണോ എന്നൊക്കെ ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മനസ്സിലാവേണ്ട കാര്യമാണ്. പക്ഷേ ശബരിമല സംഭവങ്ങളുടെ ഇതുവരെയുള്ള അതിൻ്റെ ഒരു കടന്നുവരവും ചരിത്രരേഖകളും പരിശോധിച്ചാൽ തന്ത്രി സാമാന്യം മികച്ച രീതിയിൽ ശബരിമലയെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇവിടെ മന്ത്രിക്ക് പകരം തന്ത്രി എന്നുള്ളത് പ്രാസം ഒപ്പിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചരണമാണ്. മന്ത്രിയുടെ എന്ത് തെളിവാണ് SITക്ക് കിട്ടിയത്? എന്ത് തെളിവാണ് കോടതിയിൽ ഹാജരാക്കിയത്? മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് SITക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ മന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ? കാരണം ഇതിനെല്ലാം ഉള്ള ഉത്തരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ SIT പൂർണ്ണമായും ഞങ്ങൾക്കാണ് വിധേയപ്പെട്ടിരിക്കുന്നത്. അവർ സീല് വെച്ച കവറിലാണ് ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ആരും ആശങ്കപ്പെടേണ്ട. ആർക്കെങ്കിലും ജാമ്യം കിട്ടിയെന്ന് കരുതി അവർ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ഒരു 2-3-4 ദിവസക്കാലം കേരളത്തിൽ ഈ സമയം കഴിഞ്ഞിട്ട് സ്വാഭാവിക ജാമ്യം എടുത്ത് പോകുന്നവരെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ചകൾ മുഴുവൻ. ആ സമയത്താണ് ബഹുമാന്യ ഹൈക്കോടതി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. നിരീക്ഷണമല്ല ഒരർത്ഥത്തിൽ, അത് ഓർഡറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത്, ഇതിൻ്റെ പേരിൽ ആശങ്ക വേണ്ടെന്നുള്ളതും ഒരു ഓർഡറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ SITക്ക് ആരുടെ പേരിലും തെളിവ് കിട്ടിയാൽ കേസെടുക്കുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ഒരു പ്രയാസമില്ലെന്നിരിക്കെ മന്ത്രിക്ക് പകരം എങ്ങനെയാണ് തന്ത്രിയാവുന്നത്? ഉത്തരം തുടങ്ങുന്നത് ഇത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെരുങ്കള്ളനാണോ, അതിൽ ഗ്രാവിറ്റി കുറഞ്ഞ ആൾ വേണമോ, അതോ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പ്രയോഗം വേണമോ എന്നുള്ളത് കുറ്റപത്രം വരുമ്പോൾ തീരുമാനിക്കപ്പെടേണ്ടതാണ് എന്നാണ്. പാർട്ടി സെക്രട്ടറിക്ക് കുറ്റപത്രത്തിന് മുൻപ് എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്? ഇനി അതേ മാനദണ്ഡം വെച്ചാണെങ്കിൽ N വാസുവും A പത്മകുമാറും ഒക്കെ ആ പട്ടികയിൽ പെടുന്നവരാണോ? അല്ല, N വാസുവും പത്മകുമാറുമെല്ലാം ഈ കേസിൽ ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് അവർ ജയിലിൽ കിടക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ മാത്രമേ ഭരണപരമായിട്ട് എന്തെല്ലാം വീഴ്ച അതിൽ സംഭവിച്ചു എന്ന് മനസ്സിലാകൂ. അല്ലാതെ അവർ സ്വർണം കടത്തിക്കൊണ്ടുപോവുകയോ ഈ കോൺഗ്രസും BJP ഒക്കെ ആക്ഷേപിക്കുന്നത് പോലെ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചതെന്നുള്ളത് നമ്മുടെയൊക്കെ സാമൂഹ്യ പരിസര ചരിത്രത്തിൽ ഉപയോഗിച്ചുകൂടാത്ത ഒരുപാട് വാക്കുകൾ ഇവർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായി, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായിട്ട് ഉപയോഗിച്ചു. ഇരിക്കട്ടെ, അത് കുറ്റപത്രം വരുമ്പോൾ അത്ര വാക്കുകൾ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ് അവരെങ്കിൽ നമുക്ക് തർക്കമില്ല. അവർ കേൾക്കാൻ അത് ബാധ്യസ്ഥ, അവരതിൽ ഡിസർവ്ഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ പ്രശ്നം, പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരം ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ ചോദ്യം വന്നതെന്നുള്ളതാണ്. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടറി ഉത്തരം വളരെ പര്യാപ്തമായിട്ടുള്ള ഉത്തരവാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ശബരിമല തന്ത്രിയും A പത്മകുമാറും N വാസുവും അടക്കമുള്ളവരൊക്കെ കള്ളനാണോ, പെരുങ്കള്ളനാണോ, കൊടിയ കള്ളനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കുറ്റപത്രം വരുമ്പോഴാണ്. ഈ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിക്കുള്ളൂ, ശേഷം മറ്റതിഥികളിലേക്ക് പോവുകയും ചെയ്യും. ഡോക്ടർ പി കെ ഗോപൻ, പിന്നെ എങ്ങനെയാണ് കുറ്റപത്രത്തിന് മുമ്പ് പാർട്ടി സെക്രട്ടറിക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയുന്നത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് തന്ത്രിയെന്ന്? നമുക്ക് 2-3-4 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് വാജിവാഹനത്തിൻ്റെ കഥയാണ്. രണ്ടാമത് പുറത്തുപോയി അദ്ദേഹം പൂജ നടത്തിയതാണ്. മൂന്നാമത് കൊടിമരം ചെതലരിച്ചു എന്നുള്ള സംഭവങ്ങൾക്ക് സാക്ഷിയായ ആളാണ്. ഒരു കാരണവശാലും ശബരിമലയിലെ തന്ത്രിയായിട്ടിരിക്കുന്നയാൾ, വളരെ പ്രധാനപ്പെട്ട ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അങ്ങനെയുള്ള ഒരാൾ ശബരിമല അയ്യപ്പനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹം പിതൃസ്ഥാനീയനാണെന്നാണല്ലോ നമ്മുടെ ആത്മീയ സങ്കല്പത്തിലെ വയ്പ്, അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുടെ സങ്കല്പത്തിലെ വയ്പ്. അങ്ങനെയാണെങ്കിൽ പുറത്തു കൊണ്ടുപോയി ശബരിമല അയ്യപ്പനെ ദുരുപയോഗം ചെയ്ത് പൂജ നടത്തുമ്പോൾ തന്ത്രി അവിടെ പങ്കെടുക്കാനേ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമല്ലാതെ അത് പങ്കെടുത്തു എന്നുള്ളത് 100% ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, വാജിവാഹനം ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവനുസരിച്ച് വാജിവാഹനം അദ്ദേഹം കൈപ്പറ്റിക്കൂടാ. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാതെ ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട്
ഈ വാജി വാഹനം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് റിപ്പോർട്ട് കൊടുത്ത് വാജി വാഹനം കൊടുത്തുകൂടാത്ത ശ്രീമതി മാധു 10.5 കിലോ 11 കിലോ ഭാരമുണ്ട്. ഈ പഞ്ചലോഹം എന്ന് പറയുമ്പോൾ അതിൽ 5 സ്വർണ്ണമാണല്ലോ, എത്ര കിലോ വെയിറ്റ് വരുന്നതാ? ആ പഞ്ചലോഹം തന്നെ ആണോ അദ്ദേഹം തിരിച്ചു കൊടുത്തത് എന്നുള്ളത് വേറെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത്തരം സംഭവങ്ങളുടെ ചുരുളഴിയുമ്പോൾ തന്ത്രി കുറ്റവാളിയായിട്ട് നിൽക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ. ശരി, ഓക്കെ. ശ്രീ രാജു, ഇങ്ങനെ 2-3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് ശബരിമല തന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ Debate with Madhu Saji.